ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സിലിണ്ടർ വരുത്തിയതിനു ശേഷം ദേവയാനി ഗംഗയോട് അത് കിച്ചണിൽ കൊണ്ടുപോയി വെക്കാനായി പറയുന്നു. ഗംഗ ഉടനെ തന്നെ അത് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഗംഗയ്ക്ക് അത് വല്ലാത്ത ഭാരമായി തോന്നുകയും ഇത് താൻ തനിച്ച് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറഞ്ഞു, പിന്നല്ലാതെ നീയല്ലാതെ വേറെ ആളെ വിളിക്കണോ എന്ന് ചോദിച്ച് ദേവയാനി ഗംഗയോട് ദേഷ്യപ്പെട്ടു. അവസാനം ഒരു വിധത്തിൽ ഗംഗ അത് കിച്ചണിലേക്ക് കൊണ്ടുചെന്ന് വെക്കുമ്പോൾ ദേവയാനി മനസ്സിൽ പറഞ്ഞു, നീയും കൈലാസത്തിലെ മഹാറാണിയായി ജീവിക്കാമെന്നാണോ കരുതിയേ? നിന്നെ ഞാൻ ജീവിപ്പിക്കാം എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗംഗയെ നോക്കി ദേവയാനി നിൽക്കുമ്പോൾ ഗംഗ ആ ഗ്യാസ് കുറ്റിയുമായി ഒരു വിധത്തിൽ കിച്ചണിലേക്ക് വന്നെത്തി. കിച്ചണിൽ അത് കൊണ്ടുവന്ന് വെച്ച് ആകെ തളർന്ന് ഗംഗ അവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് കൃത്യമായി തന്നെ ഗൗരിയും എത്തിച്ചേർന്നു. ഗൗരി ഗംഗയെ വിളിച്ചു. ഗംഗ എന്ന് വിളിച്ചതും ഗൗരീച്ചി എന്ന് പറഞ്ഞ് ഗംഗ സംസാരിച്ചു തുടങ്ങി. ഗൗരിയോട് ഗംഗ പറഞ്ഞു, ഗൗരീച്ചി, നമ്മൾ കരുതിയതുപോലെ ഇതുവരെയുള്ളതെല്ലാം തന്നെ അന്ന് സംഭവിച്ചതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഗൗരീച്ചി എന്ന് പറയുമ്പോൾ ഗൗരി പറഞ്ഞു, ഗംഗ, ഇന്നത്തെ ദിവസമാണ് എന്നെ അന്ന് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഞാൻ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ആപത്ത് ഇനിയും ഇവിടെ ഉണ്ടാകാതിരിക്കണം. നിനക്ക് അങ്ങനെ ഒരു ആപത്ത് ഉണ്ടാകരുത് എന്ന് ഗംഗയോട് വീണ്ടും ഗൗരി ഓർമ്മപ്പെടുത്തുമ്പോൾ ഗംഗ പറഞ്ഞു, ഇല്ല ഗൗരീശി, എന്തായാലും ഇത്രയൊക്കെ നമ്മൾ കരുതിയ പോലെ തന്നെ സംഭവിച്ചില്ലേ? ഇനിയും അങ്ങനെ ഒരു അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്തണം. അതുകൊണ്ട് അത് കണ്ടെത്താതെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞ് ഗംഗ തന്റെ തീരുമാനം അറിയിക്കുമ്പോൾ ഗൗരി പറഞ്ഞു, ഗംഗെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ ഇപ്പോൾ ഇങ്ങനെ ഒരു പിടിവാശി പിടിച്ചാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം നീ നിർബന്ധം പിടിക്കരുത്. നിന്റെ ജീവൻ ആപത്തുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഗംഗെ എന്ന് ഗൗരി ഗംഗയോട് പറയുമ്പോൾ ഗൗരി പറഞ്ഞു, ഗൗരിയുടെ ആശങ്ക വീണ്ടും ഗംഗയുടെ മുന്നിൽ ഗൗരി പറഞ്ഞു, ഇനിയും അങ്ങനെ ഒരു പരീക്ഷണം നമ്മൾ നടത്തിയാൽ നിന്റെ ജീവന് കൂടി ആപത്തുണ്ടായാൽ എൻ്റെ മോൾക്കും മഹീറിനും വേറെ ആരാ ഗംഗ ഉള്ളത്? അതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് നീ മുതിരണ്ട ഗംഗെ എന്ന് ഗംഗയോട് ഗൗരി ഓർമ്മപ്പെടുത്തി. അത് കേട്ടതും ഗംഗ പറഞ്ഞു, ഇല്ല ഗൗരീശി, അങ്ങനെയൊന്നും എനിക്കൊന്നും സംഭവിക്കില്ല. ശ്രീ മഹേശ്വരൻ എനിക്ക് കാവലായി ഉണ്ടാകും. അത് മാത്രമല്ല, ചേച്ചിയും എനിക്കൊപ്പം ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആപത്തൊന്നും ഉണ്ടാവുകയില്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. എന്തായാലും ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അന്ന് സംഭവിച്ച അതേ കാര്യങ്ങൾ ഇന്നും ആവർത്തിക്കപ്പെടാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഗംഗ ഗൗരിയെ ഓർമ്മപ്പെടുത്തി. ഗൗരി അതെല്ലാം കേട്ട് ആകെ ഭയന്നു നിൽക്കുമ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഗൗരിക്ക് നടത്തിയതിനു ശേഷം ഗംഗ വേഗം പൂജാമുറിയിലേക്ക് എത്തി. ഭഗവാന് മുന്നിൽ നിന്ന് പ്രാർത്ഥനയോടെ ഗംഗ പറഞ്ഞു, ശ്രീ മഹേശ്വര, ഞാൻ അന്ന് ഗൗരി ചേച്ചിക്ക് എന്താ സംഭവിച്ചത് എന്ന് അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. എൻ്റെ മഹിയേട്ടൻ്റെ പേരിൽ വന്നിരിക്കുന്ന ആ കളങ്കം എനിക്കില്ലാതാക്കണം. അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം. അതിന് ശ്രീ മഹേശ്വരൻ എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒപ്പം ഭഗവാന്റെ കരുതലും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകണേ. ഈ ഒരു പരീക്ഷണത്തിൽ സത്യം കണ്ടെത്താൻ കഴിയണേ. അതിന് വഴി തെളിയിച്ചു തരണേ എന്ന് ഗംഗ മഹേശ്വരനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഗംഗ വേഗം കിച്ചണിലേക്ക് എത്തി. അവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും പൂജാമുറിയിൽ നിന്നിറങ്ങാൻ തുടങ്ങിയ ഗംഗയുടെ അരികിലേക്ക് ഗൗരി എത്തി പറഞ്ഞു, ഗംഗെ, എങ്കിലും വേണോ മോളെ, ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് നിന്നെ വിടാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ഗൗരിയേച്ചി. ഒരു കാര്യം ചെയ്യാം, ആ ദേവയാനി ആൻറ്റി എന്താ ചെയ്യുന്നതെന്ന് ഗൗരിയേച്ചി നോക്ക്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അന്ന് നടന്ന സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗൗരി പറഞ്ഞു, ഞാൻ അത് നോക്കിക്കോളാം. പക്ഷേ എങ്കിലും ഗംഗെ, ഇനിയും ഇവിടെ അങ്ങനെ നിന്നു കഴിഞ്ഞ് നിനക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ നഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് വല്ല നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഗൗരി പറയുമ്പോൾ ഗംഗ പറഞ്ഞു, ഗൗരീജി, അന്ന് നടന്ന സംഭവങ്ങൾ എന്തായാലും അത് ഇന്നിവിടെ ആവർത്തിക്കരുതെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവർത്തനം ഇന്നുണ്ടാകുമെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് കണ്ടെത്തണം. ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചാണ് ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത് എന്നറിയിച്ചു. ആ നിമിഷം ഗൗരി ആകെ ടെൻഷനിലായി. എങ്കിലും ഇനി ഗംഗയുടെ ജീവൻ വെച്ച് ഒരു പരീക്ഷണം വേണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന ആശങ്കയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ദേവയാനി ഹാളിൽ വല്ലാത്ത ആലോചന മുഴുകി അങ്ങനെ ഇരുന്നു. ഹാളിൽ ആശങ്കപ്പെട്ട് ദേവയാനി ഇരിക്കുന്ന നേരത്ത് അവിടേക്ക് ഗൗരിയും എത്തിച്ചേർന്നു. ഈ സമയത്ത് ഗൗരിയോട് ഗംഗ പറഞ്ഞത്, ആ
ദേവയാനി ആന്റി എന്ത് ചെയ്യുകയാണെന്ന് പോയി നോക്കാം. ഞാനെന്തായാലും കിച്ചണിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാം എന്ന് ഗംഗ ഗൗരിയോട് പറയുകയും ചെയ്തു. അന്ന് ഗൗരി എന്തോ ശബ്ദം കിച്ചണിൽ കേട്ടിട്ട് വന്നതുപോലെയായിരുന്നല്ലോ എന്ന ആ ഒരു സത്യാവസ്ഥ ഗൗരി ഓർമ്മിച്ചു. അവിടെ ഹാളിൽ എന്താണ് ദേവയാനിയുടെ ഇപ്പോഴത്തെ ചിന്ത എന്നറിയാനായി വേഗം ഗൗരി എന്ന് ഗംഗയെ അവിടെ ഇരിക്കുന്ന ദേവയാനിയെ വാച്ച് ചെയ്തതിനു ശേഷം വേഗം കിച്ചണിൽ ജോലി ചെയ്യുന്ന ഗംഗയ്ക്ക് അരികിലേക്ക് എത്തി. ഗംഗയെ ഗൗരി വിളിച്ചു. അപ്പോഴേക്കും ഗംഗ വേഗം ഗൗരിച്ചി എന്ന് വിളിച്ച് സംസാരിച്ചു തുടങ്ങിയതും ഗംഗയോട് പറഞ്ഞു, അതെ, ഞാൻ ഹാളിലിരിക്കുന്ന ആ ദേവയാനിയെ പോയി കണ്ടു. പക്ഷേ അവർക്ക് യാതൊരു മാറ്റവുമില്ല. അവരെന്തൊക്കെ ആലോചിച്ച് അവിടെ ഇരിക്കുകയാണ്. ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും ഇല്ല അവരുടെ മുഖത്ത് പോലും എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, അല്ല, ഗൗരീച്ചി അന്ന് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്തോ കിച്ചണിൽ എന്തോ ശബ്ദം കേട്ടിട്ടല്ലേ ചേച്ചി തിരിച്ച് അവിടേക്ക് വന്നത്. ആ കാരണത്താലല്ലേ ചേച്ചി കിച്ചണിൽ കയറേണ്ടി വന്നത്. അതുപോലെ തന്നെ ഇന്നും കിച്ചണിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ തൽക്കാലം കിച്ചണിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്ന് ഗംഗ അറിയിച്ചു. അത് കേട്ടതും അന്ന് ഗൗരിക്കുണ്ടായ ആ അപകടത്തെക്കുറിച്ച് ഗൗരി ഓർമ്മിച്ചു. ഗംഗ അങ്ങനെ പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് ഗംഗ പുറത്തേക്ക് ഇറങ്ങി. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഗൗരി അവിടെ വന്ന് ദേവയാനിയെ വാച്ച് ചെയ്തു. ദേവയാനി ഈ സമയത്ത് ടേബിളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ദേവയാനി അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗരി കണ്ടു. ഈ സമയത്ത് ഗംഗ വേഗം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കൃത്യമായി ഗംഗ പുറത്തേക്ക് പോയെന്ന് മനസ്സിലാക്കിയ ആരോ ആ കിച്ചണിലേക്ക് കടന്നു. കിച്ചണിൽ വന്ന് ഗ്യാസിന്റെ സിലിണ്ടർ ഓൺ ചെയ്ത് വെക്കുകയും അങ്ങനെ ഗ്യാസ് ലീക്ക് ആക്കുകയും ചെയ്യുമ്പോൾ ഗംഗ മറ്റൊരു സ്ഥലത്ത് വന്ന് നേരെ കിച്ചണിന്റെ പുറകുവശത്ത് വന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ നോക്കിയിരുന്നു. ഗംഗ അവിടെ നോക്കി നിൽക്കുന്ന കാഴ്ച കണ്ട് പെട്ടെന്ന് ആ കിച്ചണിലേക്ക് വന്ന ആള് അവിടെ എന്തോ ശബ്ദമുണ്ടാക്കാനായി ശ്രമിച്ചു. കിച്ചണിൽ എന്തോ ശബ്ദം കേട്ട ഉടനെ ദേവയാനിയും സംശയത്തോടെ അവിടേക്ക് നോക്കി. ഗൗരിക്കും ആകാശങ്കയായി. എന്താ കിച്ചണിൽ ശബ്ദം കേട്ടെന്നോർത്ത് കിച്ചണിലേക്ക് പോകാതെ അങ്ങനെ നോക്കുമ്പോൾ ദേവയാനി വേഗം ചായയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് നേരെ ദേവയാനിയുടെ റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് കിച്ചണിലെ ശബ്ദം കേട്ട് ഗംഗ അവിടേക്ക് എത്തുമ്പോൾ കിച്ചണിൽ ഗ്യാസ് ലീക്ക് ചെയ്തതായിട്ടുള്ള സ്മെല്ല് ഗംഗയ്ക്ക് മനസ്സിലായി. ഗംഗ കിച്ചണിനകത്തേക്ക് കയറി വരുമ്പോഴേക്കും ആരോ പിന്നിൽ നിന്ന് വാതിൽ ലോക്ക് ചെയ്യുന്നു. വാതിലടച്ച് ആരാന്നറിയാനേ ഗംഗ അവിടേക്ക് ഓടിയെത്തി വാതിൽ തുറക്ക എന്ന് പറഞ്ഞ് ഗംഗ ബഹളം വെച്ചു. വാതിൽ തുറക്ക എന്ന് പറഞ്ഞ് ഗംഗ ഒച്ച വെക്കുമ്പോഴേക്കും ഗ്യാസ് ലീക്കായതിന്റെ വല്ലാത്ത സ്മെല്ല് അവിടെയും ഉണ്ടായി. ഇതെന്താ സംഭവിച്ചെന്നറിയാതെ ആകെ ഗംഗ നിരാശയിലങ്ങ് നിൽക്കുമ്പോഴേക്കും ഗൗരി വാതിക്കലേക്ക് ഓടിയെത്തി. ഗംഗ അവിടെ ആകെ പെട്ടു എന്ന് മനസ്സിലായ നിമിഷം ഗംഗ ആ ഗ്യാസ് ലീക്കാകാതിരിക്കാനായി ആ ഗ്യാസ് എങ്ങനെയെങ്കിലും ആ സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ലീക്ക് തടയാനായിട്ട് ഗംഗ ശ്രമിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഉറക്കെ മാളുവും മഹിയേട്ട എന്ന് ഉറക്കെ വിളിച്ചു. ഈ സമയത്ത് ഗൗരി വാതിക്കലെത്തി വേഗം തന്നെ വാതിലിനകത്തേക്ക് പ്രവേശിച്ചു. ഗൗരി ഓടി വന്ന് ഗംഗയ്ക്കരികിൽ നിൽക്കുമ്പോഴേക്കും എന്താ ഗംഗയെ പറ്റിയത് എന്ന് ഗൗരി അന്വേഷിച്ചു. ഗൗരി ഗ്യാസ് ലീക്കായിരിക്കണോ എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോഴേക്കും നീ അവിടെ നിൽക്ക്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞതും ജനലിങ്കൽ ആരോ നിൽക്കുന്നത് ഒരു പുതപ്പ് മൂടി ആരോ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ഗൗരി കാണാനിടയായി. ഉടനെ ഗംഗയോട് ഗൗരി പറഞ്ഞു, ഇതാ ആ ജനലിങ്കൽ ആരോ ഉണ്ട്, ഞാൻ പോയി നോക്കട്ടെ അതാരാണെന്ന് എന്ന് പറഞ്ഞതും പെട്ടെന്ന് ആ ജനൽ വഴി ഒരു ലാമ്പ് അകത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ ലാമ്പ് കണ്ടതോടെ ആകെ ഭയന്ന് വിറച്ച് പെട്ടെന്ന് തീ ആളിപ്പടർന്നതും ഗംഗ പേടിച്ച് അവിടെ നിന്ന് മഹിയേട്ട എന്ന് ഉറക്കെ നിലവിളിച്ചു. ഈ സമയത്ത് അവിടെ നിന്ന് ആ പുതപ്പിട്ട് വന്ന ആള് ആരാണെന്നറിയാനായി ഗൗരി അയാൾക്ക് പിന്നാലെ പോകുമ്പോൾ അയാൾ തൻ്റെ വലത് കൈ ഉയർത്തി ആ കൈയിലുള്ള ഒരു ചരട് ഗൗരിയുടെ ആത്മാവിനെ തൻ്റെ അരികിലേക്ക് വരുന്നതിൽ നിന്ന് അകറ്റി നിർത്തി. ഈ സമയത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ രക്ഷാചരട് അവിടെ നിന്ന് ഗൗരിയുടെ ആത്മാവിനെ തന്നിലേക്ക് അടുപ്പിക്കാതെ അകറ്റി നിർത്തിക്കൊണ്ടിരുന്നു. ആ കാഴ്ച കണ്ട് ഗൗരി ആകെ ടെൻഷനിലായി. ഇതാരായിരിക്കും അവിടെ തന്നെ ഈ രീതിയിൽ ആക്രമിച്ചത് എന്നും യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുണ്ടായിരുന്ന വ്യക്തി ആരാണെന്നും അറിയാതെ ആകെ ടെൻഷനോടെ ഗൗരി അങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് മഹി എവിടേക്ക് എത്തി. ഗംഗയുടെ കരച്ചിൽ കേട്ട് അതിനുശേഷം തൻ്റെ കയ്യിലിരുന്ന ഒരു നനഞ്ഞ ചാക്ക് വേഗം ആ ഗ്യാസ് സിലിണ്ടറിന്റെ മണ്ടയിലേക്ക് ഇടുകയും പിന്നീട് മഹി ഒരു വലിയൊരു പുതപ്പ് ആ തീയിലൂടെ വീശി വേഗം ഗംഗയുടെ ദേഹത്തേക്ക് അത് കൊണ്ടുവന്നിട്ട് ഗംഗയെ ചേർത്തെടുത്ത് നേരെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഗൗരി ഈ കാഴ്ച കണ്ട് ആശ്വാസപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ മഹി ഗംഗയെ വാരിയെടുത്തുകൊണ്ട് നേരെ റൂമിൽ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. അങ്ങനെ ആ ബ്ലാങ്കറ്റ് പുതപ്പിച്ച്
ഗംഗയെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയതും വേഗം തന്നെ മഹി ഗംഗയുടെ ദേഹത്തെ ആ ബ്ലാങ്കറ്റ് മാറ്റി. ഗംഗയെന്ന് മഹി ഉറക്കെ വിളിക്കുകയും വേഗം അവിടെ ടേബിളിലിരുന്ന ആ ജഗ്ഗെടുത്ത് ആ ഗംഗയുടെ മുഖത്ത് വെള്ളം തെളിച്ചു. പെട്ടെന്ന് ഗംഗയ്ക്ക് എന്തോ ബോധം തെളിഞ്ഞതുപോലെ ഗംഗയൊന്ന് അനങ്ങി തുടങ്ങിയത് മഹി കണ്ടു. ഈ സമയത്ത് അരികിൽ നിന്ന് രാജിയും ഗംഗയെ വിളിച്ചു നടത്താൻ ശ്രമിച്ചു. ഗംഗേശി ഒന്ന് കണ്ണു തുറക്ക് എന്ന് പറഞ്ഞ് രാജിയും വിളിച്ചു. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ദേവയാനിയും ഗംഗയെ വിളിച്ചു. ഗംഗ ആ നിമിഷം കണ്ണു തുറന്നു നോക്കുമ്പോൾ മഹിയെ കണ്ടതോടെ എന്താ ഗംഗ, എന്താ സംഭവിച്ചത് എന്ന് ഗംഗയോട് മഹി അന്വേഷിച്ചു. ഗംഗ പറഞ്ഞു, അറിയില്ല മഹിയേട്ടാ, എന്തോ ശബ്ദം കേട്ട് ഞാൻ കിച്ചണിലേക്ക് ചെന്നതാണ്. പെട്ടെന്നാണ് ഗ്യാസ് ലീക്ക് ആയിരുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ വേഗം വാതിൽ തനിയെ വന്ന് അടയുകയും പുറത്തുനിന്ന് ആരോ ലോക്ക് ചെയ്തപോലെ ആയി. അതിനുശേഷം ഞാൻ അവിടെ തനിച്ചായി. എങ്ങനെയോ തീ പടർന്നു. അത് അത്രമാത്രമേ എനിക്ക് അറിയൂ മഹിയേട്ടാ എന്ന് ഗംഗ അറിയിച്ചു. എന്താ, ഞാൻ ചേച്ചിക്കുള്ള മരുന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് രാജി പോകാൻ തുടങ്ങുമ്പോൾ മഹി പറഞ്ഞു, ഇവിടെ പൊള്ളലിനുള്ള മരുന്നിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് മഹി വേഗം ആ പൊള്ളലിനുള്ള മരുന്നെടുക്കാനായി പോയി. കയ്യിലൊക്കെ പൊള്ളൽ വന്നിട്ടുണ്ട് എന്ന് രാജി ഗംഗയെ നോക്കിയിട്ട് മഹിയോട് അറിയിച്ചു. അതിനുശേഷം ഗംഗയെ പതുക്കെ താങ്ങി ഇരുത്തിയിട്ട് ഗംഗയ്ക്ക് വെള്ളം കുടിക്കാനായി രാജി കൊടുക്കുന്നു. ആ സമയത്ത് ദേവയാനി ചോദിച്ചു, അല്ല, നീ എങ്ങനെയാ വാതിലടഞ്ഞെന്ന് മനസ്സിലായത്? നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ശരിക്കും എന്താ ഉണ്ടായത്? എന്തായാലും റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേവയാനി പുറത്തേക്ക് പോയി. അപ്പോഴേക്കും മഹി ആ ഓയിൻമെൻറ്റുമായിട്ട് ഗംഗയ്ക്ക് അരികിലേക്ക് എത്തി. ഗംഗയുടെ കയ്യിലാകെ ആ ഓയിൻമെൻറ്റ് പുരട്ടി കൊടുക്കുകയാണ് രാജി. ഈ സമയത്ത് മഹി ആകെ ടെൻഷനോടെ രാജിയോട് ചോദിച്ചു, അല്ല, നമുക്ക് ഹോസ്പിറ്റലിൽ മറ്റോ കൊണ്ടുപോയാലോ എന്ന് മഹി ചോദിച്ചതും ഗംഗ പറഞ്ഞു, വേണ്ട മഹിയേട്ടാ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഗംഗ മഹിയോട് അറിയിച്ചു. അതിനുശേഷം രണ്ട് കൈയിലും രാജി ആ ഓയിൻമെൻറ്റ് പുരട്ടി കൊടുത്തു. കുറച്ചു നേരത്തേക്ക് ഇങ്ങനെയൊരു ഷോക്ക് ഉണ്ടായതല്ലേ, അല്ലാതെ പേടിച്ചല്ലോ, അതുകൊണ്ട് ചേച്ചി ഒന്ന് മയങ്ങിക്കോ, അപ്പോഴേക്കും വേദനയൊക്കെ പതുക്കെ മാറിക്കോളും, മരുന്ന് പുരട്ടിയതല്ലേ, ചേച്ചി മയങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് രാജി വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. രാജി പോയി കഴിയുമ്പോഴേക്കും ഗൗരിയുടെ ആത്മാവ് അവിടേക്ക് എത്തി. പാവം ഗംഗ ആകെ ക്ഷീണിച്ച് കിടക്കുകയല്ലേ എന്നാലോചിച്ച് ഗംഗയെ ശല്യപ്പെടുത്താതെ ഗൗരിയുടെ ആത്മാവും അവിടെ നിന്ന് മാറുന്നു. ആ സമയത്ത് ദേവയാനിയുടെ അരികിലേക്ക് എത്തിയ ശ്രേയയും ഹൈമവതിയും കൂടി ദേവയാനിയോട് സംസാരിച്ചു. അല്ല, ഇതെന്താ ഈ ഗംഗ ഇങ്ങനെയൊക്കെ ചെയ്ത്? അവൾക്കെന്തെങ്കിലും മാനസിക രോഗമുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കുമോ? ഇനി അവൾ ആത്മഹത്യ ചെയ്യാൻ അവൾ ശ്രമിച്ചതായിരിക്കുമോ എന്നൊക്കെ അവർ സംസാരിച്ചു. അത് കേട്ട ദേവയാനി പറഞ്ഞു, അല്ല, അവളോട് ഗ്യാസ് സിലിണ്ടർ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അത് കത്തിക്കാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല എന്ന് ദേവയാനി അറിയിച്ചു. അങ്ങനെ ദേവയാനിയും ഹൈമവതിയും അവിടെ നിന്ന് സ്വയം കൂടി ഇങ്ങനെ ഒരു അപകടമുണ്ടായതിൻ്റെ കാരണം എന്തായിരിക്കുമെന്നും ഇനി ഗംഗ സ്വയം ഉണ്ടാക്കിയതാണോ ഇങ്ങനെ ഒരു ആപത്ത് എന്നുമൊക്കെ അവർ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ആ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഗൗരി ഗംഗയുടെ അരികിലേക്ക് എത്തി. ഗംഗയെ വിളിച്ചു നിർത്തി ഗൗരി അവിടെ ഉണ്ടായിരുന്ന ആ ആളെക്കുറിച്ച് പറയുന്നു. ശരിക്കും അതാരാണ്? ഗംഗയ്ക്ക് നേരെ ഇങ്ങനെ ആക്രമണം നടത്തിയ വ്യക്തി ആരാണ് എന്ന് അറിയുന്നതിനെക്കുറിച്ച് ഗൗരി ഗംഗയോട് സംസാരിച്ചു. അപ്പോഴേക്കും ഗൗരി അന്ന് ആ പുതപ്പ് മൂടി പോയ ആളെക്കുറിച്ചും അയാളുടെ കയ്യിൽ എന്നെ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള എന്തോ ഒരു ശക്തി അയാൾക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതെല്ലാം ആരായിരിക്കും ശരിക്കും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് അവ്യക്തമാണ്. ദേവയാനിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് ആശങ്കയോടെ ഗൗരി പറയുമ്പോൾ ഗംഗ പറഞ്ഞു, ഞാനും ആൻറ്റി തന്നെയായിരിക്കും ഇതിന് പിന്നിലുള്ളതെന്നാണ് കരുതിയത്. പക്ഷേ ആൻറ്റി ആ സമയത്ത് അവിടെ ടേബിളിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നെന്നല്ലേ ഗൗരീച്ചി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഗൗരി പറഞ്ഞു, അതെ, അവർക്ക് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവരവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഉടനെ ഗംഗയോട് പറഞ്ഞു, എന്തായാലും ഗംഗ, ഇനി നീ സൂക്ഷിക്കണം. അവർക്ക് ഇനി അധിക നാൾ അങ്ങനെ പുറത്തിൻ്റെ മറവിൽ ജീവിക്കാൻ കഴിയില്ല. അതാരാണെങ്കിലും നമ്മൾ കണ്ടെത്തും. പിന്നെ ഗംഗ, നീ ഇനി സൂക്ഷിക്കണം. നിന്റെ ജീവൻ വെച്ചുള്ള ഇനിയൊരു പരീക്ഷണത്തിനും ഞാൻ തയ്യാറല്ല. ഇപ്പോൾ തന്നെ മരണത്തിൻ്റെ പിന്നാലെ പോയി മരണത്തെ ഏറ്റുവാങ്ങാതെ മടങ്ങി വന്നതാണ്. അത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, ശരിയാണ്, എൻ്റെ ശ്രീമഹേശ്വരൻ എനിക്ക് കാവലുണ്ടായിരുന്നത് കൊണ്ട് മാത്രം എനിക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല എന്ന് ഗംഗ അറിയിച്ചു. അത് കേട്ട ഗൗരി പറഞ്ഞു, അതെ, അങ്ങനൊരു ആപത്ത് ഇനി ഉണ്ടാകാതെ സൂക്ഷിക്കണം. ശത്രുക്കൾ ചുറ്റുമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് എന്ന് ഗംഗയെ ഗൗരി ഉപദേശിച്ചു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, എനിക്കറിയാം ഗൗരിച്ചി, ഇനി ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയുമ്പോൾ
ശ്രേയയും ദേവയാനിയും ഹൈമവതിയും സംസാരിച്ചു. ഹൈമവതിയോ ശ്രേയയും കൂടി ദേവയാനി ഉപദേശിച്ചുകൊണ്ടിരുന്നു. എന്തായാലും തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. അവൾക്ക് ആപത്തൊന്നും സംഭവിക്കാതിരുന്നത്. ഇനി അവള് സ്വയം ഇങ്ങനെ ഒരു പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ അവൾക്ക് സത്യത്തിൽ അവൾ സ്വയം ആത്മഹത്യ ചെയ്താണെങ്കിലോ ഇതിലിപ്പോൾ അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം ഇവിടെ അവൾക്ക് കിട്ടിയ ജീവിതം അങ്ങനെയാണല്ലോ. ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ ദേവയാനി ജാനകി അമ്മയുടെ പേരക്കുട്ടിയായിട്ട് വളർന്നു. അതിനുശേഷം ഇവിടെ വിവാഹം കഴിച്ചെത്തി. ഇവിടെയും അത്ര സുഖകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമൊന്നും അവൾക്ക് ലഭിച്ചില്ലല്ലോ. അതിന്റെ നിരാശയിൽ അവൾ ജീവിതം അവസാനിപ്പിക്കാനായി ശ്രമിച്ചതായിരിക്കാം. എന്തായാലും അവൾക്കൊന്നും സംഭവിക്കാതിരുന്നത് ആന്റിയുടെയും രാഹുലിന്റെയും ഭാഗ്യമാണ്. അല്ലായിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും അവളോട് വിരോധമുണ്ട് എന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമല്ലേ. ആ നിലയ്ക്ക് അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ആന്റിയും രാഹുലുമായിരിക്കും അതിന് പ്രതികളായി മാറുക, അതിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു, എങ്കിലും അവള് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ദേവയാനിയോട് വീണ്ടും ഹൈമവതിയും ശ്രേയയും പറഞ്ഞു, ആന്റി ഇനി എന്തായാലും മഹേഷിനെ ആന്റി തന്നെ ഉപദേശിക്കണം. ഇതുപോലെയുള്ള മാനസിക പ്രശ്നമുള്ള ആ ഗംഗയോടൊത്തുള്ള ഒരു ജീവിതം മഹേഷിന് വേണ്ടോ എന്ന്. അതുകൊണ്ട് ആന്റി തന്നെ മഹേഷിനെ ഉപദേശിച്ചാൽ മഹേഷിന് മനസ്സിലാവുകയുള്ളൂ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മഹേഷിനത് ഒരിക്കലും അംഗീകരിക്കുകയോ ഉൾക്കൊള്ളുകയില്ല. അതുകൊണ്ട് തന്നെ ആന്റി തന്നെ ഇക്കാര്യം മഹേഷിനോട് പറയണം. മഹേട്ടൻ ഇതുപോലെയുള്ള മാനസിക രോഗിയായ ഒരു ഭാര്യയ്ക്കൊപ്പം മഹേട്ടൻ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ഹൈമവതി പറഞ്ഞു, അതേ നാത്തൂനെ, എത്രയും വേഗം ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനം നാത്തൂൻ ഉണ്ടാക്കണം എന്നറിയിച്ചു. അതെല്ലാം കേട്ടതിന് ശേഷം ഹൈമവതി പറഞ്ഞു, അതെ, ഇങ്ങനെയൊരു കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും അവനോട് ഇക്കാര്യത്തിൽ അവന്റെ മുന്നിൽ എന്താ പറയേണ്ടതെന്നും അവനോട് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നും എനിക്കറിയാം. ഞാനത് ചെയ്തോളാം എന്ന് ദേവയാനി എല്ലാവരോടുമായി അറിയിച്ചു. അത് കേട്ടതോടെ വളരെ സന്തോഷത്തോടെ ശ്രേയയും ഹൈമവതിയും പരസ്പരം നോക്കി. അതിനുശേഷം മഹി ഗംഗയുടെ റൂമിലേക്ക് എത്തി. ഗംഗ ആകെ പൊള്ളലേറ്റ് അവിടെ കിടക്കുന്ന നേരത്ത് മഹി റൂമിലേക്ക് എത്തി. വാതിലിനരികിലെ അവിടേക്ക് വന്നെത്തി ഗംഗയെ ഒന്ന് നോക്കി. മഹി തൻ്റെ അരികിലേക്ക് വന്നത് ഗംഗ തിരിച്ചറിഞ്ഞെങ്കിലും കണ്ണു തുറക്കാതെ ഗംഗ അങ്ങനെ കിടക്കുമ്പോൾ മഹി ഗംഗയുടെ ദേഹത്തുണ്ടായ ആ പൊള്ളലൊക്കെ ഒന്നുകൂടി നോക്കി. അതിനുശേഷം ഗംഗയുടെ ആ ബെഡിൽ തന്നെ മറുവശത്തായി വന്നിരുന്ന് മഹി ഓരോ കാര്യങ്ങൾ ആലോചിച്ചു. മഹി എന്തോ വലിയ ആലോചനയിലാണെന്ന് തിരിച്ചറിഞ്ഞ ഗംഗ പതിയെ മഹിയുടെ മുഖത്തേക്ക് നോക്കുന്നു.